നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരജോഡികളായി മാറിയ താരങ്ങളാണ് മനോജ് കെ ജയനും ഉർവശിയും. ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു. ഏറെക്കാലത്ത് പ്രണയത്തിനൊടുവിലായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ജീവിതത്തിലും ഒന്നായത്. നടൻ മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹബന്ധത്തിന് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയുസ്സുണ്ടായുള്ളൂ. 2008 ഇരുവരും വേർപിരിഞ്ഞത്. ഇരുവർക്കും തേജാലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. കുഞ്ഞാറ്റയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറുമെന്ന് പ്രേക്ഷകർ പലപ്പോഴായി അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ കുഞ്ഞാറ്റ എന്നറിയപ്പെടുന്ന തേജാലക്ഷ്മി സിനിമയിലേക്ക് ചുവടുവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സുന്ദരിയായവൾ സ്റ്റെല്ല എന്നാണ് സിനിമയുടെ പേര്. അച്ഛൻ മനോജ് കെ ജയനൊപ്പമാണ് ആദ്യ സിനിമയുടെ ലോഞ്ചിൽ പങ്കെടുക്കാൻ കുഞ്ഞാറ്റ എത്തിയത്. പിന്നാലെ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. വളരെ വൈകാരികമായാണ് നടൻ പ്രതികരിച്ചത്. സിനിമയിൽ അഭിനയിക്കും മുമ്പ് അവളുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് അവർ എന്നും മനോജ് പറഞ്ഞു. ഉർവശി അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലായിരുന്നെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു. നടന്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് സോഷ്യൽ ലോകത്ത് ലഭിച്ചത്. പിരിഞ്ഞിട്ടും പങ്കാളിയെ അധിക്ഷേപിക്കാതെ ജീവിക്കുന്നത് മികച്ച മാതൃകയാണെന്നും അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നുമാണ് പലരും കമന്റുകളായി കുറിച്ചിരുന്നത്. എന്നാൽ ഈ സമയത്ത് മഞ്ജു വാര്യർ, ദിലീപ് വിവാഹമോചനം, മകൾ മീനാക്ഷിയെക്കുറിച്ചുമെല്ലാം താരതമ്യം ചെയ്തുള്ള കമന്റുകളാണ് ചിലർ പങ്കിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ജുവും ഉർവശിയും മകൾ കുഞ്ഞാറ്റയും ഒരുമിച്ച് പങ്കെടുത്തൊരു പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ വളർത്തണമെങ്കിൽ ഉർവശി ചേച്ചിയെ പോലെയാവണം, സ്വന്തം മകളെ വഴിയിൽ വലിച്ചെറിഞ്ഞു പോകില്ലെന്നായിരുന്നു മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തിയുള്ള കമന്റുകൾ. എന്നാൽ ഇതിനു മറുപടിയായി മഞ്ജുവിന്റെ ആരാധകരും രംഗത്തെത്തി. 15 വയസ്സുവരെ മഞ്ജു വാര്യർ തന്നെയായിരുന്നു മകളെ വളർത്തിയതെന്നും അച്ഛന്റെ തോന്നിവാസത്തിന് മകൾ കുട പിടിച്ചു പോയതിന് മഞ്ജു വാര്യർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഇവരുടെ ആരാധകർ കുറിച്ചു. മനോജ് ആ കുട്ടിയുടെ അച്ഛൻ, കുടുംബ പാരമ്പര്യമുള്ള അന്തസ്സുള്ള അച്ഛന്റെ മകൻ. അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും മകളെ പഠിപ്പിച്ചത് ആ അച്ഛനാണ്. ആ അച്ഛനൊപ്പമാണ് പെൺകുട്ടി ജീവിക്കുന്നതും. ആ അച്ഛനും അയാളുടെ പുതിയ കുടുംബവും ആ അമ്മയും അവരുടെ പുതിയ കുടുംബവും രണ്ടിടത്തും മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് കുഞ്ഞാറ്റ. ആ കുട്ടി ഉയരങ്ങളിലെത്തട്ടെ. മുത്തച്ഛന്റെ പാട്ടുകളും അച്ഛന്റെയും അമ്മയുടെയും അഭിനയ പ്രതിഭകളും ഒന്നായി ചേർന്ന് അവൾ ഇന്ത്യൻ സിനിമയുടെ മാണിക്യമാകട്ടെ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യയായ മഞ്ജു വാര്യരെക്കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു. ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ്. മനോജ് ഒരിക്കലും ഉർവശിയെക്കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിയിട്ടില്ല എന്നതിന് തെളിവാണിത്. എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മറ്റൊരു കമന്റ്. അച്ഛന്റെ അടുത്തിരുന്ന് അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മകൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ട് ചിരിക്കുകയും സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അച്ഛൻ എന്ന നിലയിൽ മനോജ്